നമസ്കാരം. ഉള്ളി ഫ്രൈ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എണ്ണ ചേർക്കാതെ എല്ലാ കറികൾക്കും ചേർക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ബിരിയാണിക്ക്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നല്ലതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അതിൻ്റെ കനവെല്ലാം ഒരുപോലെ ഇരിക്കണം. അല്ലെങ്കിൽ മൂത്ത് വരുമ്പോൾ പല മൂപ്പായി പോകും. പ്രത്യേകിച്ച് അതിൻ്റെ വേരിൻ്റെ വശം നല്ലപോലെ കട്ട് ചെയ്ത് കളയണം. അപ്പോഴത് ഇതളായിട്ട് നമുക്ക് വിടർന്ന് കിട്ടും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ ഉള്ളി ഇടുക. 100 ഗ്രാം റവയും കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ടതിനെ കൈ വിടാതെ നല്ലതുപോലെ ഇളക്കി എടുക്കുക. അഥവാ ഒന്ന് റെസ്റ്റ് വേണമെങ്കിൽ അത് ഓഫ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. അത് അടുപ്പത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. അതിൻ്റെ റവ കരിഞ്ഞു പോയാൽ പിന്നെ അത് നല്ലതല്ല. കഴിയുന്നിടത്തോളം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വറക്കാൻ. കളറ് മാറുന്നത് വരെ അങ്ങനെ ഫുൾ തീയിൽ തന്നെ കൊടുത്ത് വറക്കുക. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണിക്കൊക്കെ ചേർക്കാൻ ഏറ്റവും നല്ലതാണ്. എണ്ണമയം ഇല്ലാത്തത് കൊണ്ട് വറുത്ത് വെച്ചാൽ കുറേ ദിവസം ഇരിക്കും. ഇത് എല്ലാ കറികൾക്കും മാറി മാറി ചേർക്കാവുന്നതാണ്. ഉള്ളി ചേർക്കേണ്ട എല്ലാ കറികൾക്കും ഇതിനെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആയി കഴിഞ്ഞു. ഇനി റവ കരിയാൻ പാടില്ല. ഇതുപോലെ റവയ്ക്ക് നല്ല ഗോൾഡൻ കളർ തന്നെ ആകണം. അതങ്ങനെ ആയിരിക്കുന്നത്. പിന്നെ ഈ പൊടി നമുക്കിനി വീണ്ടും ഉള്ളി വറക്കുമ്പോൾ വീണ്ടും ഉപയോഗിക്കാം. കരിഞ്ഞതാണെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ.